നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് ബി പോസിറ്റീവിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് മുതൽ നമുക്കൊരു സ്പെഷ്യൽ എപ്പിസോഡെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് വെച്ചാൽ 25 വർഷം പിന്നിട്ട മലയാള സിനിമകളുടെ പറ്റി, അവരുടെ ചരിത്രങ്ങളെ പറ്റി, ആ സിനിമ നമുക്ക് എന്നിപ്പോൾ കാണാൻ കഴിഞ്ഞു, അതിനെ കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ എപ്പിസോഡ് മുതൽ നമ്മൾ പറഞ്ഞു തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇനി ഈ എപ്പിസോഡ് മുതൽ നമുക്ക് ഉടനീളം അവരെ പറ്റി 25 വർഷങ്ങൾ പിന്നിട്ട സിനിമകളെയും അതിൻ്റെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇനി പറഞ്ഞു തുടങ്ങാനുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ. ഇന്ന് ഞങ്ങൾ പറയാൻ പോകുന്ന ആളെന്ന് വെച്ചാൽ നമുക്ക് എല്ലാം പ്രിയപ്പെട്ട നമ്മുടെ മലയാള സിനിമയിലെ ഏറ്റവും പ്രിയങ്കരനായ സംവിധായകൻ സിബി മലയിലിനെ പറ്റിയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാം, ഒരു 1980s കാലഘട്ടത്തിലുള്ള ഒരു ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു സംവിധായകനാണ് സിബി മലയിൽ. അദ്ദേഹം 80s കാലഘട്ടത്തിൽ തന്നെ ഒരു മിഡിൽ ആയപ്പോൾ തന്നെ 40ഓളം സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ട്. ഭരതം, ധനം, സാന്ത്വനം, പിന്നെ ആകാശദൂത്, ഇങ്ങനെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ധനം, സാന്ത്വനം, ഭരതം എന്നീ 3 ചിത്രങ്ങൾക്ക് 25 വർഷം പിന്നിടുകയാണ്. ഇന്ന് ഒരു ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അല്ലേ ശരത്? അതെ, എല്ലാവർക്കും സുപരിചിതമാണ്, അല്ലെങ്കിൽ നമ്മുടെ മലയാള സിനിമയുടെ സ്വകാര്യ അഹങ്കാരം എന്ന് തന്നെ പറയാം ഭരതം പോലൊരു സിനിമ. അതുപോലെ സിബി മലയിലിന്റെ സിനിമകൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട്. അതായത് അച്ഛൻ, മകൻ, ജ്യേഷ്ഠൻ, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അതുപോലെ തന്നെ സിനിമയിലെ കഥാപാത്രങ്ങൾ, അതായത് അദ്ദേഹത്തിന്റെ സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് ഉള്ള ഒരു അറ്റാച്ച്മെന്റ്, അതായിരിക്കും അദ്ദേഹം സിനിമകൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഭരതം എന്ന സിനിമ നമുക്ക് എടുക്കുകയാണെങ്കിൽ അതിൽ സംഗീതത്തിന് ഒരുപാട് പ്രാധാന്യം നൽകുന്ന ഒന്നാണ്. കാരണം രാമകഥാ ഗാനലയം എന്നുള്ള പാട്ട് ഇന്ന് നമുക്ക് ഒരുപാട് പാടാൻ ആ ഒരു ഗാനം ആലപിക്കുക എന്നുള്ളത്. അതിലെ ഓരോ ഗാനങ്ങളും എടുത്തു നോക്കിയാൽ ശരി, ഇതിന് അത്രത്തോളം ബുദ്ധിമുട്ടാണ് ആ ഒരു ഗാനം ആലപിക്കാൻ. അവന് സംഗീതം എന്ന് പറയുന്നത് അത്രത്തോളം ഡിഫിക്കൽട്ടാണ് ഓരോന്നും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് നമുക്ക് ഒരുപാട് കാര്യം നമുക്ക് അദ്ദേഹത്തെ പറ്റി പറയാനുണ്ട്. എന്തായാലും നമുക്ക് ആ സെഗ്മെന്റിലോട്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും കടക്കാം. ആദ്യമായി ശിവസംഗീതം. പോയിരുന്നോ നീലനഭസിലെ മേഘങ്ങളെ, നിങ്ങൾ നിളയുടെ തീരത്തു പോയിരുന്നോ? സൗമ്യയായൊഴുകുന്നു നിത്യകന്യതൻ മൗനനുംബരങ്ങളറിഞ്ഞു. നീലനഭസിലെ മേഘങ്ങളെ, നിങ്ങൾ നിളയുടെ തീരത്തു പോയിരുന്നോ? കവി പുങ്കവൻ തൻ്റെ ആത്മാവു പ്രണയിച്ച കലയുടെ കേളി സദനമല്ലോ. കവി പുങ്കവൻ തൻ്റെ ആത്മാവു പ്രണയിച്ച കലയുടെ കേളി സദനമല്ലോ. സ്ഫടിക വിശുദ്ധിയിൽ നെഞ്ചിൽ പിടച്ചവൾ ഒഴുകിയതും ഓർമ്മ മാത്രമായോ? ആ കല്ലോലമിനിയും കണ്ണീരായോ? നീലനഭസിലെ മേഘങ്ങളെ, നിങ്ങൾ നിളയുടെ തീരത്തു പോയിരുന്നോ? പ്രകൃതിയെ പഴിക്കുവാൻ അല്ലാതെ പ്രണയിക്കാൻ കഴിയാത്ത നരജന്മ സംസ്കാരങ്ങൾ. പ്രകൃതിയെ പഴിക്കുവാൻ അല്ലാതെ പ്രണയിക്കാൻ കഴിയാത്ത നരജന്മ സംസ്കാരങ്ങൾ. പതിവ്രതയായൊരു നദിയുടെ ചാരിത്ര്യ വിശുദ്ധിക്കു പോലും കളങ്കമേകാൻ. പതിവ്രതയായൊരു നദിയുടെ ചാരിത്ര്യ വിശുദ്ധിക്കു പോലും കളങ്കമേകാൻ. നീളാനദി ഒഴുകാതെ കണ്ണീരൊഴുക്കിടുന്നു. നീലനഭസിലെ മേഘങ്ങളെ, നിങ്ങൾ നിളയുടെ തീരത്തു പോയി
മൗന നൊമ്പരങ്ങളറിഞ്ഞു നീലനഭസിലെ മേഘങ്ങളെ നിങ്ങൾ നിളയുടെ തീരത്തു പോയിരുന്നോ? ശ്രീലക്ഷ്മി, ഓരോ ദിവസത്തിനും അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് അല്ലെ? ഇപ്പൊ നമ്മുടെ ചരിത്രത്തിൽ ഒരുപാട് എന്താ പറയാ ഇതേ ദിവസം നടന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെ. അപ്പോൾ 1652 മെയ് 18 അമേരിക്കയിൽ അടിമത്തം നിർത്തലാക്കുന്ന ഒരു നിയമം പ്രാബല്യത്തിൽ വന്നത്. അതുപോലെ തന്നെ അരവിന്ദ്, ഇന്ന് മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. 1913 മെയ് 18 നമ്മുടെ മുൻ രാഷ്ട്രപതിയായ നീലം സഞ്ജീവ് റെഡ്ഡി ജനിച്ച ദിവസമാണ്. അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ 6ാമത്തെ പ്രസിഡന്റ് കൂടിയായിരുന്നു അദ്ദേഹം. അപ്പൊ എന്തായാലും അത്തരത്തിലുള്ള ചരിത്ര സംഭവങ്ങളെ ആസ്പദമായിട്ടുള്ള സെഗ്മെന്റാണ് അടുത്തത്. നമുക്ക് കാണാം ചരിത്രത്തിൽ ഇന്ന്. സിനിമയുടെ ഓരോ കളർ ടോൺസ്, ഇപ്പോൾ ധനം എന്ന സിനിമയിലാണെങ്കിൽ ഒരു വാം കളർ ടോൺ ആവാം. അതേസമയം ഭരതത്തിലാണെങ്കിൽ ഒരുപാട് കളേഴ്സ് മിക്സഡ് ആയിട്ട് വരുന്ന ഒരു കളർ. അതുപോലെ സാന്ത്വനത്തിലാണെങ്കിൽ നോക്കിയാൽ ഒരുപാട് വൈറ്റ് ഷെയ്ഡ്സ് ആയിരിക്കും, ഒരു എന്താ പറയുക വാത്സല്യത്തിന്റെ കളർ തോന്നുന്ന ഒരു കളറായിരിക്കും. അതുപോലെ തന്നെ ഈ സിനിമകൾ, അതായത് ധനത്തിലായാലും ശരി ഭരതത്തിലായാലും ശരി സാന്ത്വനത്തിൽ ഒരുപാട് നല്ല നല്ല പാട്ടുകളുണ്ട്. ഇപ്പൊ ധനത്തിൽ തന്നെ ഈ ചീരപ്പൂവൾക്ക് ഉമ്മ കൊടുക്കുന്ന നല്ലൊരു പാട്ടായിരുന്നു. എല്ലാവർക്കും അത് ഇപ്പോഴും കേൾക്കുമ്പോൾ നമുക്ക് അതിനൊരു സുഖം തോന്നുന്ന ഒരു പാട്ട് തന്നെയാണ്. ശ്രീലക്ഷ്മി, അതിലൊരു 2 വരി ഒന്ന് മുളകും. തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ടുള്ള ഗാനമാണ് അത്. അതെന്ന് വെച്ചാൽ നമുക്ക് PK ഗോപിയുടെ ലിറിക്സും രവീന്ദ്ര മാഷിന്റെ സംഗീതമൊക്കെ കൂടി ചേർന്നപ്പോഴത്തേക്കും വളരെ നല്ലൊരു സോങ് ആയിട്ട് മാറി. ഇന്ന് നിലനിൽക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സോങ്. രവീന്ദ്രൻ സാർ എന്ന് പറയുമ്പോൾ എന്താ പറയാ, ഒരു ലെജൻഡ് തന്നെയാന്ന് പറയാം അല്ലേ? തീർച്ചയായിട്ടും ഇന്നും അദ്ദേഹത്തിന്റെ ഒരു പാട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഇത് രവീന്ദ്ര മാഷിന്റെ ഗാനമാണെന്ന് എന്തായാലും മനസ്സിലാകും. എന്തായാലും ഞാൻ ആ പാട്ട് പാടാൻ ശ്രമിച്ചു നോക്കാം. ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ തെന്നലറിയാതെ അണ്ണാര കണ്ണറിയാതെ വിങ്ങിക്കരയണ കാണാപ്പൂവിൻ്റെ കണ്ണീരൊപ്പാമോ ഊഞ്ഞാലാട്ടിയുറക്കാമോ ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ. ശ്രീലക്ഷ്മി നന്നായിട്ട് പാടി കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കാം. വർണ്ണലോകം അവതരിപ്പിക്കുന്നത് മോപ്പസൻ വാലത്ത്. വർണ്ണലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അക്രിലിക് കളറിൽ ചിത്രം വരയ്ക്കാം. ഇന്ന് ഞാൻ വരയ്ക്കുന്ന ചിത്രം ഒരു ലാൻഡ്സ്കേപ്പാണ്. ഇതിൻ്റെ റഫ് സ്കെച്ചാണ് ഇപ്പോൾ ഇത് കാണുന്നത്. ഈ ചിത്രമാണ് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്കെച്ച് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ആദ്യം നമുക്ക് ആകാശം കൊടുക്കാം. ആകാശത്തിന് കോബാൾട്ട് ബ്ലൂവും കുറച്ച് പ്രഷ്യൻ ബ്ലൂവും കൂടി എടുത്തിട്ട് കുറച്ച് വൈറ്റും ചേർത്ത് ഞാനിവിടെ ആകാശം പെട്ടെന്ന് അടിക്കുകയാണ്. കാരണം ദൂരെയുള്ള ആകാശത്തിൻ്റെ മുമ്പിൽ 2 കരകളാണ്. അതാണ് നമ്മുടെ ചിത്രം. ഇത്ര ആകാശം അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ലെമൺ യെല്ലോ കൊണ്ട് ഈ മഞ്ഞ ഭാഗത്ത് ഇവിടെയൊക്കെ പച്ചപ്പുല്ലുകൾ വരുമല്ലോ, മരങ്ങളുടെ തലപ്പുകൾ വരും. ആ തലപ്പുകൾ വന്ന ഭാഗത്ത് ആദ്യം മഞ്ഞ കൊടുത്ത് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഇവിടെ കൊടുത്തതിൻ്റെ കോമ്പിനേഷൻ ലെമൺ യെല്ലോ, സാപ്പ് ഗ്രീൻ, ഒലീവ് ഗ്രീൻ, പിന്നെ ബേൺഡ് സിയന്ന. ഇത്രയും കളേഴ്സാണ് ഇവിടെ ഞാൻ കൊടുത്തേക്കുന്നത്. ഇനി നമുക്കൊരു വീടുണ്ട്. ആ വീട് വരയ്ക്കാൻ ചെറിയ ബ്രഷ് എടുത്തിട്ട് ബേൺഡ് സിയന്നെ കൂടെ ചേർത്ത് കുറച്ച് പ്രഷ്യൻ ബ്ലൂ കൂടി ചേർത്ത് വീടിൻ്റെ മേൽക്കൂര വരച്ച് അതിന് താഴെ നമുക്ക് ലെമൺ യെല്ലോൻ്റെ കൂടെ ഓക്കർ യെല്ലോ ചേർത്തിട്ട് വീടിൻ്റെ താഴെ ഭാഗം വരച്ച് അതുപോലെ ഈ ഭാഗത്തേക്ക് ലെമൺ യെല്ലോ, ബേൺഡ് സിയന്ന, ഒലീവ് ഗ്രീൻ കൂടി ചേർത്തിട്ട് ഇവിടെ ചെറിയ ചില്ലറ ചില പണികളുണ്ട്. ഇതൊരു പാലമാണ്. ശരിക്കും മരത്തിൻ്റെയൊക്കെ പാലമില്ലേ, ആ മരത്തിൻ്റെ പാലമാണ്.
എന്നിട്ട് ഈ ഭാഗത്ത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ആദ്യം കുറച്ച് മരത്തിൻ്റെ തടികൾ വരയ്ക്കുക, കുറച്ച് മരങ്ങളുടെ സജഷൻസ് വരുത്തിയിട്ട് അതിൽ ഇലകൾ കൊടുക്കണം. അതിന് ഞാൻ ചെയ്യേണ്ടത്, നമ്മൾ സാധാരണ വെള്ളത്തിന് കൊടുക്കുന്നത് നീലയാണല്ലോ, നീലയുടെ കൂടെ അതായത് നീല എന്ന് പറയുമ്പോൾ നമുക്ക് കോബാൾട്ട് ബ്ലൂവും കുറച്ച് പ്രഷ്യൻ ബ്ലൂവും ചേർത്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് സാഗ്രീൻ, കാരണം ഒരു പച്ച കലർന്ന വെള്ളം കിട്ടാനായിട്ട് നീലയുടെ കൂടെ കുറച്ച് പച്ചയും കൂടി ചേർത്തുന്നാൽ പച്ച കലർന്ന വെള്ളം കിട്ടും. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും പെയിൻറ്റിങ്ങിന് മൊത്തം. നമ്മൾ മുകളിൽ എന്ത് കളറാണ് ആ കളർ നേരെ താഴത്തേക്ക് ഇതിങ്ങനെ വീതിയുള്ള ബ്രഷ് വെച്ചിട്ട്, വീതിയുള്ള ഫ്ലാറ്റായിട്ടുള്ള ബ്രഷ് വെച്ചിട്ട് മുകളിൽ എന്ത് കളറാണുള്ളത് ആ കളർ താഴേക്ക് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ശരിക്കും ഓളം വെട്ടാത്ത തരത്തിലുള്ള നിശ്ചലമായിട്ടുള്ള ഒരു പുഴയുടെ ഒരു ദൃശ്യം നമുക്കിവിടെ കിട്ടും. അതുപോലെ ഈ ഭാഗത്തും മുകളിൽ എന്ത് കളറാണുള്ളത് ആ കളർ താഴത്തേക്ക് കൊടുത്തു വെച്ചാൽ മതി. ഇനി ചെയ്യേണ്ടത് ശ്രദ്ധാപൂർവം വൈറ്റ് കളർ എടുത്തിട്ട് കുറച്ച് ബ്ലൂവും കുറച്ച് വൈറ്റും കൂടി എടുത്തിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്യുക. അപ്പോൾ പുഴയിൽ ചെറിയൊരു ഓളം നമുക്കിവിടെ ഫീൽ ചെയ്യും. അത് വൈറ്റും ബ്ലൂവാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി ഒരു ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഒരു നല്ല വലുപ്പത്തിൽ ബേൺഡ് സീനെ ചേർത്തിട്ട്, ബേൺഡ് സീനെ പ്രഷ്യൻ ബ്ലൂ കൂടി ചേർത്തിട്ട് ഒരു മരം അവിടെ തൊട്ടടുത്ത് നിന്ന് പോവുക. അതിൻ്റെ കൂടെ കുറച്ച് ഹൈലൈറ്റും കൊടുക്കണം. അപ്പോൾ ദൂരെയുള്ള കാഴ്ചകൾ പോയി. ഇനി ഒരു ചെറിയ കാര്യം കൂടി ചെയ്താൽ ഈ പെയിൻറ്റിങ് ഫിനിഷ് ചെയ്യാം. കാരണം ഒരു വഞ്ചി ഇതിൽ വരികയാണെങ്കിൽ പെയിൻറ്റിങ്ങിന് ഭയങ്കര ലൈഫ് ഉണ്ടാവും. അത് വഞ്ചിയുടെ സജഷൻസ് മാത്രം മതി. ഒരു വഞ്ചി, അതിലൊരു വഞ്ചിക്കാരൻ, അയാളുടെ തുഴയണ കഴുക്കോല്, അതിൻ്റെ റിഫ്ലക്ഷൻ താഴേക്ക്, അതിനും ഈ നേരത്തെ പറഞ്ഞ ഈ ഹാച്ച് കൊടുത്താൽ ആ വഞ്ചിക്കാരൻ ഒന്നും കൂടി ഷാർപ്പാക്കിയേക്കാം. കുറച്ചും കൂടി തിന്നായിട്ടുള്ള ബ്രഷ് എടുക്കുകയാണ് നല്ലത്. ഒരു ചെറിയ അട്രാക്ഷൻ വേണ്ടിയിട്ട് ഈ ഭാഗത്ത് കുറച്ച് റെഡ് കളർ കൊടുക്കണം. അതിൻ്റെ കൂടെ കുറച്ച് ലെമൺ യെല്ലോ. എന്നിട്ട് അതിൻ്റെ കാരണം ഈ തോട്ടുവക്കത്തൊക്കെ ചെമ്പരത്തി പൂ ഉണ്ടാകും, ചുവന്ന ചെമ്പരത്തി, അതിൻ്റെ സജഷൻ പോലെ കൊടുത്താൽ ഈ പെയിൻറ്റിങ് ഭംഗിയാകും. ഇതാണ് ഇതിൻ്റെ ടെക്നിക്ക്. അക്രിലിക്കാണ് ഇതിന് പറയുന്ന പേര്. വളരെ പെട്ടെന്ന് ഓയിൽ കളറിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് അക്രിലിക്. ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. വർണ്ണലോകത്തിൻ്റെ അടുത്ത സെഗ്മെൻറ്റ് കേരളത്തിലെ പ്രശസ്തനായ ഒരു ആർട്ടിസ്റ്റിൻ്റെ ചിത്രങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയെയും പരിചയപ്പെടുത്തുന്ന ഭാഗമാണ്. ഇന്ന് പരിചയപ്പെടുത്തുന്ന ആർട്ടിസ്റ്റ്, ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആർട്ടിസ്റ്റ് ശ്രീ സത്യനാഥ്. പ്രകൃതിയെ വിഷയമാക്കി ചിത്രങ്ങൾ വരയ്ക്കുന്ന പ്രതിഭാധനായ ഒരു ആർട്ടിസ്റ്റാണ് സത്യനാഥ്. ചടുല വർണ്ണങ്ങളിൽ തീർത്ത ഭാവപ്രപഞ്ചമാണ് സത്യനാഥിൻ്റെ ചിത്രങ്ങൾ. കണ്ണൂരിൽ ധർമ്മടമാണ് സത്യനാഥിൻ്റെ സ്വദേശം. തലശ്ശേരി കേരള സ്കൂൾ ഓഫ് ആർട്സിൽ നിന്നും സത്യനാഥ് ചിത്രകല അഭ്യസിച്ചു. കേരളത്തിനകത്തും പുറത്തുമായി 23 വൺമാൻ ഷോ സത്യനാഥ് നടത്തിയിട്ടുണ്ട്. കേരള ലളിതകലാ അക്കാദമി, ചിത്രകലാ പരിഷത്ത് എന്നിവയുടെ എക്സിബിഷനുകളിൽ സത്യനാഥിൻ്റെ ചിത്രങ്ങൾ പ്രദർശിക്കപ്പെട്ടിട്ടുണ്ട്. 30 വർഷമായി തലശ്ശേരി കേരള സ്കൂൾ ഓഫ് ആർട്സിൽ അധ്യാപകനാണ് സത്യനാഥ്. ഭാര്യ ശ്രീജ, മക്കൾ നിധിൻ, നാഥ്, നീലിമ. ഇന്നത്തെ വർണ്ണലോകം ഇവിടെ പൂർത്തിയാകുന്നു. അടുത്ത വർണ്ണലോകം ഇനി അടുത്തയാഴ്ച ഇതേ സമയം. നമസ്കാരം. ശ്രീലക്ഷ്മി,
ഇപ്പോൾ നമ്മളെ ഈ ഗ്രഹം, നമ്മുടെ ഒരു വീട്, ആ വീടിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ ആ വീട്ടിലെ അംഗങ്ങളുടെ എന്താ പറയുക ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ആഴം തന്നെയായിരിക്കും അല്ലെ? തീർച്ചയായിട്ടും ഒരു വീടിന്റെ ഐശ്വര്യം എന്ന് പറയുന്ന അരവിന്ദ് പറഞ്ഞ പോലെ തന്നെ ആ വീട്ടിലെ അംഗങ്ങളാണ്. കാരണം അവർ തമ്മിൽ സന്തോഷപൂർവ്വം ജീവിക്കുകയാണെങ്കിൽ അവർ തമ്മിൽ ഒരു അസൂയയും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു വളരെ നല്ല മനസ്സോട് കൂടി പെരുമാറുമ്പോഴാണ് ആ ഒരു വീടിന് ഒരു ഐശ്വര്യം അല്ലെങ്കിൽ ഒരു തിളക്കം ഉണ്ടായി മാറുന്നത്. ഒരു അച്ഛനും മകളുമായാലും അച്ഛനും മകനും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവുമായാലും ജ്യേഷ്ഠനായാലും എങ്ങനെയുള്ള റിലേഷൻ ആയാലും ശരി തന്നെ അവർ തമ്മിൽ ആ ഒരു കുടുംബത്തിന്റെ ആ ഒരു ഐക്യമുണ്ടെങ്കിൽ മാത്രം ആ ഒരു ഗ്രഹം അല്ലെങ്കിൽ ആ ഒരു വീട് ഐശ്വര്യം നിറഞ്ഞതാണ് അല്ലെങ്കിൽ ആ ഒരു കുടുംബം നല്ലതെന്ന് നമുക്ക് പറയാൻ കഴിയും. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് എനർജിയോട് കൂടി തന്നെയുള്ള നമുക്കൊരു സെഗ്മെന്റിലോട്ട് തന്നെ നമുക്ക് കടക്കാം. അടുത്തതായി ഐശ്വര്യഗ്രഹം അവതരിപ്പിക്കുന്നത് മുടവൂർപ്പാറ ശിവകുമാർ. എല്ലാ പ്രേക്ഷകർക്കും ഐശ്വര്യഗ്രഹത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഈ ഗ്രഹം നിർമ്മിക്കുന്ന ഭൂമി എങ്ങനെയാണ് ചതിരിച്ച് അവിടെ ഗ്രഹം പണിയേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുകയുണ്ടായി. അപ്പോൾ ഭൂമി ഗ്രഹ നിർമ്മാണത്തിന് അനുയോജ്യമായ രീതിയിൽ ചതിരിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 90 ഡിഗ്രിയിൽ ശരിയാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഭൂമി അടുത്ത സ്ഥാനനിർണ്ണയത്തിന് ചെയ്യണം. സ്ഥാനനിർണ്ണയം ചെയ്യുന്നതിന് മുൻപായിട്ട് 9 ശംഖു കൊണ്ട്, ശംഖു എന്ന് പറഞ്ഞാൽ കുറ്റികൾ കൊണ്ട് മധ്യഭാഗത്ത് ഒരു കുറ്റിയും അതിൻ്റെ ഈ അഷ്ടദിക്കിലായിട്ട്, അതായത് കിഴക്കിൻ്റെ മധ്യഭാഗത്തായിട്ട്, പിന്നെ കിഴക്ക് തെക്ക് ഭാഗത്തായിട്ട്, അതുപോലെ പിന്നെ തെക്ക് ഭാഗത്തായിട്ട് നിർതിയിൽ, പിന്നെ പടിഞ്ഞാറ് വായുവിൽ, പിന്നെ വടക്ക് ഭാഗത്ത് ഈശാന കോണിൽ ഇങ്ങനെ 8 കുറ്റികൾ സ്ഥാപിക്കണം. അതിനുശേഷം ഇതിനെ നാം ചരട് കൊണ്ട് കെട്ടി നമ്മുടെ ഈ ഗ്രഹഭൂമി ഗ്രഹനാഥന് ഉപയുക്തമായ രീതിയിൽ സ്വന്തമാക്കണം. ഗ്രഹഭൂമി വരിക്കണം എന്നാണ് പറയാറുള്ളത്. ക്ഷേത്രമാണ് ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ ക്ഷേത്രേശൻ തന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്ത്രി അത് വരിക്കണം എന്നാണ് ആചാരം. അതുപോലെ ഈ ഭൂമി വരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനെ ചതിരിച്ച് ഓരോരോ സൂത്രങ്ങളും രജ്ജുക്കളും എല്ലാം ഇട്ട് പരസ്പര വേദങ്ങൾ സൂത്രത്തിൽ വരാത്ത രീതിയിൽ കണ്ട് അതിൻ്റെ മർമ്മസ്ഥാനങ്ങൾ കണ്ടു എത്തി. അത് ഭൂമിക്ക് 96 മർമ്മങ്ങളുണ്ട്, മനുഷ്യന് 108 മർമ്മങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഈ 96 മർമ്മത്തിൽ 4 മർമ്മം മഹാമർമ്മമാണ്. അവിടെ ചുമരോ അതുപോലെ വാതിലോ അല്ല എങ്കിൽ തൂണോ ഒന്നും തന്നെ അവിടെ വരുവാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ നെഗറ്റീവ് എനർജി ഉണ്ടാകും എന്നാണ് സങ്കല്പം. ഈ നെഗറ്റീവ് എനർജി പല രോഗാദികൾക്കും കാരണമാകും, അതുപോലെ പല ദുരിതങ്ങളും ഉണ്ടാക്കും എന്നെല്ലാം വാസ്തുശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ 4 മഹാമർമ്മങ്ങളെയും കണ്ടിട്ട് മഹാമർമ്മങ്ങളിൽ നിന്നും വലത്തോട്ടോ ഇടത്തോട്ടോ അങ്കുലം കൊണ്ടോ അല്ല എങ്കിൽ കോല് കൊണ്ടോ ഒക്കെ ഗമിപ്പിച്ചതിന് ശേഷമാണ് ഈ സ്ഥാനനിർണ്ണയം നടത്തേണ്ടത്. ഇങ്ങനെ സ്ഥാനനിർണ്ണയം നടത്തിക്കഴിഞ്ഞാൽ പിന്നെ ഓരോരോ മുറികളും എവിടെയെല്ലാം വരണം. അപ്പോൾ ഈശാന കോണിൽ ഏത് മുറിയാണ് വരേണ്ടത്, അതുപോലെ വായു കോണിൽ ഏത് മുറി വരണം, അഗ്നി കോണിൽ ഏത് മുറി വരണം, അതുപോലെ നിർതിയിൽ ഏത് മുറി വരണം, മധ്യഭാഗത്ത് ഏത് മുറിയൊക്കെ ആകാം. ഇങ്ങനെയെല്ലാം നേരത്തെ തന്നെ വാസ്തുവിൽ ഇതെല്ലാം ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ അടുക്കളയുടെ സ്ഥാനം ആണ് ആദ്യം നാം നോക്കേണ്ടത്. കാരണം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അടുക്കളയിൽ നിന്നാണ് ഓരോ കാര്യങ്ങൾ ആരംഭിക്കുന്നത് തന്നെ ഒരു ഗ്രഹത്തെ സമയത്തോളം. അപ്പോൾ അവിടെ എപ്പോഴും സൂര്യരശ്മി തട്ടുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ കിഴക്ക് വടക്ക് ഭാഗം അടുക്കളയ്ക്ക് നല്ലതാണ്, അവിടെ പോസിറ്റീവ് എനർജി കൂടുതലായിട്ട് വരും. എന്നാൽ നമുക്കതിന് സാധ്യമല്ല, അവിടെ സ്ഥാനം നൽകാൻ കഴിയുന്നില്ല എങ്കിൽ നമുക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും കൊടുക്കാം, കിഴക്ക് ഭാഗത്തും കൊടുക്കാം. തെക്ക് കിഴക്കെന്ന് പറയുമ്പോൾ അഗ്നികോണം. അപ്പോൾ ഈ അടുക്കളയെക്കുറിച്ച് പറയുമ്പോൾ വാസ്തുശാസ്ത്രത്തിൽ പറയുന്നത് പർജന്യേ ഭജനാലയം ശിഗ്നീവ അനിലി എന്നാണ്. പർജന്യപദത്തിൽ, അതായത് കിഴക്ക് വടക്ക് ഭാഗത്താണെങ്കിൽ ഉത്തമവും, അത് കഴിഞ്ഞാൽ അഗ്നികോണിലെ കിഴക്ക് തെക്കാണെങ്കിൽ മധ്യമവും, അത് കഴിഞ്ഞ് വായു കോണിലാണെങ്കിൽ മധ്യമവുമായിട്ട് തന്നെ സ്വീകരിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 3 സ്ഥാനത്ത് എവിടെയെങ്കിലും അടുക്കളയ്ക്ക് വേണ്ടുന്ന സ്ഥാനം നിർണ്ണയിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ നാം മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സ്ഥാനമാണ്. അതെപ്പോഴും തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ഉത്തമം. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോൾ 2 കാരണമുണ്ട് വാസ്തുശാസ്ത്രത്തിൽ. ഒന്ന്, പോക്കുവെയിലിന് വന്ന് തട്ടുവാൻ കഴിയുന്നത് ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. അപ്പോൾ അവിടെ നാം കിടന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ എല്ലാ രീതിയിലുള്ളതായ നെഗറ്റീവ് എനർജിയും മാറിക്കിട്ടുകയും
പോസിറ്റീവ് എനർജി അവിടെ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിറുതി കോണിന് അവിടെ മാസ്റ്റർ ബെഡ്റൂം കൊടുക്കാം. പിന്നെ മറ്റൊരു കാര്യം, തെക്ക് പടിഞ്ഞാറൻ കാറ്റാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം തെക്ക് പടിഞ്ഞാറൻ കാറ്റാണ് ലഭിക്കുന്നത്. അപ്പോൾ ഈ തെക്ക് പടിഞ്ഞാറൻ കാറ്റ് നമുക്കവിടെ ലഭിക്കുവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അടുക്കള പാടില്ല എന്ന് പറയുവാനും കാരണം. അപ്പോൾ ഇങ്ങനെ മുറികൾ ഓരോന്നോരോന്നായിട്ട് കണ്ടെത്തണം. അത് കഴിഞ്ഞ് വായു കോണിൽ പ്രധാന മുറി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അഗ്നി കോണിൽ കൊടുക്കാം. അതെല്ലാം എങ്ങനെയൊക്കെയാണ് നിർണ്ണയിക്കേണ്ടതെന്നുള്ള കാര്യത്തെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ പറയുകയാണ്. ഇന്നിവിടെ ഐശ്വര്യഗ്രഹം അവസാനിക്കുന്നു. നമസ്കാരം. ഇനി അടുത്തത് കത്തുകൾ വായിക്കാനുള്ള ഒരു സമയമാണ്. അതായത് നമുക്ക് ഒരുപാട് കത്തുകൾ ഇപ്പോൾ നമുക്ക് ലഭിക്കുകയുണ്ടായി. ഒരുപാട് പ്രേക്ഷകരുടെ വിമർശനങ്ങളും അഭിപ്രായങ്ങളും ഒരുപാട് നമുക്ക് വരുന്നുണ്ട്. അത് നമുക്ക് എന്താ പറയുക, നമ്മുടെ പരിപാടിക്ക് തന്നെ എന്താ പറയുക, ഒരു മെയിൻ സപ്പോർട്ട് എന്ന് പറയുന്നത് തന്നെ പ്രേക്ഷകരാണ്. അപ്പോൾ നമുക്ക് ഒരു കത്ത് വായിക്കാം. വിനോയ് വിജയനാണ്. അദ്ദേഹം മെയിൽ വഴി അയച്ചതാണ്. നമ്മുടെ പരിപാടിയിൽ ആങ്കേഴ്സ് ഒരുപാട് നന്നായി ഇമ്പ്രൂവ് ചെയ്ത് നല്ലപോലെ അവതരിപ്പിക്കുന്നുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്, ആരെയും വേദനിപ്പിക്കാതെയൊക്കെ ആണ് പരിപാടി അവതരിപ്പിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും സാറിൻ്റെ ഈ കത്തിന് ഒരുപാട് നന്ദി. ഇതുപോലെ ഇനിയും കത്തുകൾ അയക്കുക. ഞങ്ങൾക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഇനിയും മെച്ചപ്പെട്ട് വരാൻ സാധിക്കുകയുള്ളൂ. ഈ പരിപാടി ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരുകയുള്ളൂ. അതിനായി ഞങ്ങൾക്കൊരു അഡ്രസ്സുണ്ട്. അയക്കേണ്ട വിലാസം: ബി പോസിറ്റീവ്, പനോരമ മീഡിയ, ചെട്ടികുളങ്ങര, തിരുവനന്തപുരം 1. ഫോൺ 047124666160. ഇമെയിൽ panorama.tvmedia@gmail.com. ഇന്നത്തെ സെഗ്മെന്റിൽ നമ്മളെ പ്രശസ്തമായുള്ള സംവിധായകൻ സിബി മലയൻ സാറിനെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ 3 സിനിമകളായ ധനം, സാന്ത്വനം, ഭാരതം എന്ന ചിത്രത്തിൻ്റെ 25 വർഷങ്ങൾ പിന്നിട്ട കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും തുടരുക തന്നെ നമുക്ക് മറ്റു സംവിധായകരെ പറ്റി, ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളെ പറ്റി, നമുക്ക് 25 വർഷങ്ങൾ പിന്നിട്ട സിനിമകളെ പറ്റി നമുക്കിനി വരുന്ന വഴി നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും നമുക്ക് വെള്ളിയാഴ്ച നമുക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.